നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിൽ പരിഗണനയിൽ ഉണ്ടായിരുന്ന എല്ലാ ബില്ലുകളിലും ഒപ്പുവെച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ട് ഈ ഒപ്പുകൾ വെക്കുന്നില്ല, അല്ലെങ്കിൽ ബില്ലിൽ ഇത്രയും വൈകി ഒപ്പുവെക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഗവർണറിനെയും രാഷ്ട്രപതിയെയും പ്രതിചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെ സമീപിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴാ അതിനെല്ലാം പിന്നാലെയാണ് പരിഗണനയിലുള്ള എല്ലാ ബില്ലുകളിലും ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂപതിവ് നിയമ ഭേദഗതി അടക്കമുള്ള 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്. അഫ്കാരി ഭേദഗതി, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി, കേരള ക്ഷീര കർഷക ക്ഷേമ ഫണ്ട്, സഹകരണ നിയമ ഭേദഗതി എന്നിവയാണ് ഗവർണർ ഒപ്പുവെച്ച ബില്ലുകൾ. ഇതോടെ രാജ്ഭവന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും അനുമതിയായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് ഗവർണർ ബില്ലുകളിൽ ഒപ്പിട്ടത്. ബില്ലുകൾ സമയബന്ധിതമായി ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട സർക്കാരും ഗവർണറും നിരന്തരം ഏറ്റുമുട്ടിയിരുന്നു. സംസ്ഥാന സർക്കാർ പാസാക്കിയ എല്ലാ ബില്ലുകളിലും ഒപ്പിടാതിരുന്ന ഗവർണറുടെ നിലപാടിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ലോകായുക്ത ബില്ലടക്കം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2023 നവംബറിൽ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. എന്നാൽ ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി നൽകിയ 3 ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചില്ല എന്ന പ്രസ്താവന രാജ്ഭവൻ പുറത്തുവിട്ടിരുന്നു. ഭേദഗതി ചെയ്ത കേരള സർവകലാശാല നിയമങ്ങൾ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ബില്ല് അടങ്ങുന്ന ബില്ല് 2022, സർവകലാശാല നിയമ ഭേദഗതി ബില്ല് 2022, സർവകലാശാല ഭേദഗതി ബില്ല് 2021 എന്നിവയായിരുന്നു രാഷ്ട്രപതി തടഞ്ഞുവെച്ചത്. എന്നാൽ നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം തന്നെ ബില്ല് ഒപ്പിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഗവർണർ. ഒരു തരത്തിലുള്ള വാർത്തകളും ഇതിന് മുൻപ് വന്നിരുന്നില്ല. ഗവർണർ ഒപ്പിടാൻ പോവുകയാണ് ബില്ലുകൾ, അല്ലെങ്കിൽ പരിഗണനയിലേക്ക് എടുത്തിരിക്കുകയാണ് അടക്കമുള്ള വാർത്തകളൊന്നും തന്നെ വന്നില്ല. വളരെ പ്രൈവറ്റ് ആയിട്ട്, വളരെ പ്രൈവസി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെ കടന്നുപോയതിനു ശേഷമാണ് രാജ്ഭവൻ തന്നെയാണ് ഗവർണർ ബില്ലുകൾ ഒപ്പിട്ടു എന്ന കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും രാഷ്ട്രപതിക്കെതിരെയും ഗവർണറിനെതിരെയും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ കൊടുത്ത കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിലുണ്ട്. അതിന്റെ കാര്യം എങ്ങനെയാണ് എന്നതിൽ ഇനിയും വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഗവർണറിനെതിരെയും അതുപോലെ തന്നെ ഗവർണറിനെതിരെ മാത്രമല്ല രാഷ്ട്രപതിക്കെതിരെ കൂടി കേസുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ ഗവർണർ എന്തായാലും പൂർണ്ണമായി എല്ലാ ബില്ലുകളിലും ഒപ്പുവെച്ചു. എന്തുകൊണ്ടാണ് ബില്ലുകൾ ഒപ്പുവെക്കാൻ വൈകിയതെന്ന ചോദ്യത്തിന് അതിൽ ഒരുപാട് പരാതികൾ ബില്ലിന്മേൽ ഉണ്ടായിരുന്നു. ആ പരാതികളൊക്കെ തന്നെ കൃത്യമായി പഠിച്ചതിനും പരിശോധിച്ചതിനും ശേഷമാണ് ബില്ലുകളിൽ ഒപ്പിട്ടത് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. എന്തായാലും ഈ ഒരു ഗവർണറുടെ നടപടിയിലേക്ക് എന്തായിരിക്കും CPM പ്രതികരണമെന്ന് കണ്ടറിയാം.